വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ എക്സ്പ്ലെയിനിലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. പേരൊന്നുമല്ല, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള സ്റ്റബേൺ മാർക്സ്, അതുപോലെ തന്നെ ആക്നെ മാർക്സ്, അതുപോലെ തന്നെ എൻ്റെ സ്കാറ്, മെലാസ്മ, മൗത്തിന് ചുറ്റുമുള്ള പാടുകൾ, അല്ലെങ്കിൽ മറ്റ് ബോഡി പാർട്സിലുള്ള പാടുകളൊക്കെ. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഒറ്റ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ്, അത് നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആവുന്ന ഒറ്റ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് മാറ്റം പറയുന്നതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 100% റിസൾട്ട് എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ മുഖത്തും കുറച്ച് പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 days നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. വേറൊന്നുമല്ല, നമ്മുടെ ആയുർവേദത്തിലൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നട്ട്മഗ്, അതായത് നമ്മുടെ ജാതിക്കയുടെ കുരുവാണ് കേട്ടോ. ഇത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പാടുള്ളിടത്ത് മാത്രം ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവിടെ മാത്രം അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു 50 to 30 minutes കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തണുത്ത വെള്ളത്തിൽ ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. നമുക്കതിന് ഇറിറ്റേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് അപ്ലൈ ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ എങ്ങനെ ഇതിന്റെ പേസ്റ്റ് രൂപത്തിലാക്കി എങ്ങനെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ പാടുകളും മാറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതിക്കക്കുരു ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അത് ഉരയ്ക്കാനുള്ള ഒരു കല്ലാണ് കേട്ടോ. ഈ കല്ല് ഞാൻ വാങ്ങിച്ച അങ്ങാടി കടയിൽ നിന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിനൊരു 100 രൂപയാണെന്ന് തോന്നുന്നു. ഇതിന്റെ കുഞ്ഞു കല്ലും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ഉരച്ചാണ് എടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഉരയ്ക്കാനായിട്ട് നമുക്ക് ലിക്വിഡിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ റോസ് വാട്ടർ വേണം നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ റോസ് വാട്ടർ കല്ലിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരച്ചെടുക്കാവേ. അപ്പൊ ഞാൻ വളരെ കുറച്ച് എമൗണ്ടിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസിൽ നമുക്ക് പാടുള്ളിടത്ത് മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ട് നമുക്കിതിങ്ങനെ ഉരച്ചെടുക്കാം. ഇച്ചിരി കുറുകിയ രീതിയിൽ ഉരച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് ഉരയ്ക്കുവാണ്. നിങ്ങൾ ഇതുപോലെ എടുക്കുന്ന കല്ല് നല്ല വൃത്തിയുള്ളതായിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ കല്ല് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കല്ല് വാങ്ങിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അത് വരും കേട്ടോ. അപ്പൊ നല്ലൊരു കൊഴുത്ത കൺസിസ്റ്റൻസി ആവുന്നോളം വരെ നമ്മൾ ഇതിനെ അരച്ചുകൊണ്ടിരിക്കണം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ജാതിക്ക കുരു നന്നായിട്ട് ഉരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു കൊഴുത്ത കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്കത് കിട്ടാനായിട്ട്. കണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് വേണ്ടത്. എന്നാലും നമ്മുടെ മുഖത്ത് അത് തേക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഈ കൊഴുത്ത കൺസിസ്റ്റൻസി നമ്മൾ അരച്ചെടുക്കണം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഫേസിൽ അപ്ലൈയും കൂടി ചെയ്ത് കാണിക്കാം. നിങ്ങളിതൊരു 1 week കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ പാടുകളൊക്കെ കുറയുന്നവരെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ മുഖത്തുള്ള മെലാസ്മ അങ്ങനെയുള്ള എല്ലാ പാടുകൾക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും നമ്മുടെ ജാതിക്കയുടെ കുരു. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഏത് പാക്ക് ട്രൈ ചെയ്തില്ലെങ്കിലും നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ ആയുർവേദത്തിൽ തന്നെ നമ്മളിത് പറയുന്നുണ്ട് ജാതിക്കക്കുരുവിൻ്റെ അത്രയ്ക്കും ഇമ്പോർട്ടൻസ്. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് എൻ്റെ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാവേ. അപ്പൊ ഞാൻ നമ്മുടെ നട്ട്മക്കിന്റെ കുരു റോസ് വാട്ടറിൽ ഇങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും നന്നായിട്ട് കുറുകി കിട്ടുക, എന്നാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങാതിരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ എന്റെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ആ ഒരു പാടുള്ള ഭാഗത്ത് മാത്രം, അതായത് ഒരു സ്പോട്ട് കറക്ഷൻ പോലെ നിങ്ങൾ കാണാം, അവിടെ മാത്രമേ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വിടാവുള്ളൂ. ഓക്കെ, ഇച്ചിരി ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വിടുക. അപ്പൊ ഞാൻ എന്റെ ഫേസിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം, അതായത് ഒരു 50 to 20 minutes വെച്ചതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാതെയാണ് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത്. എന്നിട്ട് ഡ്രൈയിങ് ആണെങ്കിൽ മാത്രം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യുക കേട്ടോ. ഇത് ഓവർനൈറ്റ് വെച്ചൊന്നും കിടക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ 7 days കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മെലാസ്മ, അതായത് കരിമാങ്കിലി ഉള്ളവരൊക്കെ നന്നായിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല റിസൾട്ട് ആണ്. ഒരുപാട് ആയുർവേദിക് പ്രൊഡക്റ്റിലെ വൺ ഓഫ് ദ മേജർ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഞാൻ പറയും നമ്മുടെ നട്ട്മക്ക്, അതായത് നമ്മുടെ ജാതിക്കയുടെ കുരു. നമുക്ക് തന്നെ അറിയാം അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടി ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.